ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനും എൻ്റെ വൈഫും കൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. പുൽക്കൂട് കാണുവാനാണ്. പുൽക്കൂട് പ്രദർശനം നമ്മുടെ ബ്ലാത്താങ്കര ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞു. ഒരു പുൽക്കൂട് പ്രദർശനം കാണുകയാണ്. അവിടുത്തെ അലങ്കാരങ്ങൾ കണ്ടില്ലേ നമ്മൾ? ഹായ്, എന്ത് സുന്ദരമായ ക്രിസ്മസ്! ഈ മഞ്ഞുരുകുന്ന രാവിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് ഗാനമേളയും കൊച്ചുപിള്ളേരുടെ പാട്ടുകളും കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്സിനെ കാത്തിരിക്കുകയാണ്. നമ്മൾ സജൻ എന്ന് പറയുന്ന പയ്യന്. അവർ വന്നു കഴിഞ്ഞു. നമ്മൾ പുൽക്കൂട് കാണാൻ അകത്തോട്ട് കയറുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഈ സുന്ദരമായ കാഴ്ച കാണുവാൻ പല മതസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. പല മതസ്ഥരും, എല്ലാ മതസ്ഥരുള്ളവരും ഇവിടെ പലയിടത്തും പുൽക്കൂട് കാണുവാൻ വരുന്നു. അവർ കാണുന്നു. അപ്പോൾ അതത്രയും പ്രാധാന്യമുള്ള ക്രിസ്മസ് നമുക്ക് നല്ലൊരു രാവ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒട്ടകങ്ങളും അതേപോലെ മലകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുഹയുണ്ട്. അതിൻ്റെ അകത്തൂടെയാണ് നമ്മളിതാ ഗെയ്സ് പോകുന്നത്. ആ ഗുഹയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചുറ്റി കറങ്ങണം. കാരണം കുറച്ച് ഇരുട്ടാണ് ആ ഗുഹയ്ക്കകത്ത്. പിന്നെ ആ ഗുഹയ്ക്കകത്ത് പോയിട്ട് വലത്തോട്ട് പിടിക്കുമ്പോൾ നല്ല വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ രൂപങ്ങളും അവിടെ വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗെയ്സ്. കുറച്ച് ഇരുട്ടാണ്. അപ്പോൾ നമ്മളിതാ കയറി വരികയാണ് ഗുഹയ്ക്കകത്തൂടെ. ഈ ഗുഹയ്ക്കകത്തൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയാണ്. കാരണം അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ അവിടെ വെള്ളച്ചാട്ടം കണ്ട ആ ഗുഹയ്ക്കകത്തൂടെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതാ നമ്മൾ ഗുഹയ്ക്കിടെ പാതി എത്തി. ഗുഹയ്ക്കകത്ത് കണ്ട മാനിൻ്റെ പടവും എല്ലാം ഗുഹയ്ക്കകത്ത് തന്നെ ഉണ്ട്. അതേപോലെ നമ്മളിതാ എൻ്റെ ഫ്രണ്ടിൽ നടക്കുകയാണ്. സജൻ എന്നാണ് അവൻ്റെ പേര്. വേണ്ട കൂരിടിട്ടാണ് ഗുഹയ്ക്കകത്ത്. കണ്ടോ, കുറേ നേരം നടക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കുറച്ച് തളർന്നു. കാരണം അടുത്ത ടവർ കണ്ടോ, മേളിൽ നിന്ന് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. അതും സീരിയൽ വഴിയാണ് ഗെയ്സ് അലങ്കരിച്ചത്. വെറും സീരിയലാണ്. കാണാൻ എന്ത് ഭംഗി! നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ അത് കാണണം. കാരണം നാളെയൊക്കെ കാണുമെന്ന് അറിഞ്ഞില്ല. ന്യൂ ഇയർ വരെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളച്ചാട്ടം, മലയിടിക്കുന്നുള്ള വെള്ളം വരുന്നതും കാണാം. അപ്പോൾ നമ്മളിതങ്ങനെ നടന്ന് ക്ഷീണിച്ച് രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഈ ടവറിൽ കയറി നല്ല വൈബ് കാണുകയാണ്. അപ്പോൾ എനിക്ക് കാല് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ദൃശ്യങ്ങൾ എടുക്കുകയാണ്. മലപ്രദേശത്തിലുള്ള വെള്ളം കണ്ടോ, നാച്ചുറലായിട്ട് വന്ന് വീഴും പോലെ ഗെയ്സ് കാണുന്നത്. ഇപ്പോൾ മേളിലെ ആളുകൾ കണ്ടോ കയറി നിന്ന് അവർ കൊച്ചുപിള്ളേരും കയറി കളിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ അടുത്ത് കാണിക്കുന്നത് കണ്ടോ, നമ്മളൊരു ഏറുമാടം, അവിടെ ഇരിക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ ഇരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ അതേപോലെ ഒരുപാട് പേര് വന്നിരിക്കും ഇവിടെ. ഇത് കാണേണ്ട കാഴ്ച തന്നെ, നല്ല വൈബാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും സുന്ദരമായ കാഴ്ചകൾ കാണാതെ പോകരുത് ഗെയ്സ്. അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അവിടെ ഇതാണ് ഏറ്റവും വലിയ വൈബ്. അപ്പോൾ പല മതസ്ഥരും വരികയാണ്. എല്ലാവരും ഒരേ ഹൃദയത്തിൽ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെൽ ബട്ടൺ അമർത്തൂ. എങ്കിൽ മാത്രമേ എൻ്റെ ഈ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും പകർത്തുവാൻ ഇതിൽ സമയമില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പകർത്താത്തത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തു പോവുകയാണ്. അപ്പോൾ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് മടങ്ങുകയാണ് ഗെയ്സ്. അപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ വെളിയിലിറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ കുറച്ച് പേർ അവിടെ കൊച്ചു പിള്ളേരുടെ പരിപാടിയൊക്കെ കാണാനിരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെ വീട്ടിൽ കുറച്ച് സമയമായി. അതുകൊണ്ട് നമ്മളിതാ പോവുകയാണ് ഗൈസ്. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.